ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ 11ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫീലിംഗ് ഗുഡ് ആൻഡ് റിലീസിങ് ഇൻ യുവർ ആങ്കർ. ദേഷ്യം നമ്മളെ നശിപ്പിക്കുന്നതിന് മുൻപ് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ഇന്നത്തെ പ്രാക്ടീസ്. നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴോ ഒക്കെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആദ്യം അത് നിങ്ങളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. മാനസികമായ സമാധാനം ഇല്ലാതാകുന്നു, അതുപോലെ തന്നെ ആരോഗ്യത്തെയും അത് നശിപ്പിക്കും. അതുകൊണ്ട് ആ വ്യക്തിയോടും സംഭവത്തോടും പൂർണ്ണമായും ക്ഷമിച്ച് എങ്ങനെ നല്ലൊരു ഫീലിങ്ങോടെ ജീവിതം ജീവിച്ചു തീർക്കാമെന്ന് നോക്കാം. ദേഷ്യത്തെ പുറത്ത് പ്രകടിപ്പിക്കാതെ അടിച്ചമർത്തിയാൽ അത് നീരസമായും ഡിപ്രഷനായിട്ടും ഒക്കെ മാറും. ദേഷ്യം വരുമ്പോൾ ഉള്ളിലൊതുക്കാതെ വ്യക്തികളോട് ദേഷ്യമുണ്ടെങ്കിൽ തുറന്നു പറയാനായിട്ട് സാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് തുറന്നു പറയുക. ചില വ്യക്തികളോട് നമുക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കില്ല. അപ്പോഴൊരു പില്ലോ എടുത്ത് അതിലിടിച്ച് ദേഷ്യത്തെ തീർക്കുക. അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം ഒരു പേപ്പറിൽ എഴുതി കത്തിച്ചു കളയുക. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യത്തെയൊക്കെ പുറത്ത് കളയുക. എന്നിട്ട് നമുക്ക് ദേഷ്യമുള്ള വ്യക്തിയിലേക്ക് സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ അയക്കുകയും ചെയ്യുക. അവരിൽ എന്തെങ്കിലും നന്മ കാണുന്നുണ്ടെങ്കിൽ ആ നന്മയെക്കുറിച്ച് ഓർക്കുക. ആ വ്യക്തി നല്ല ജീവിതം നയിക്കുന്നതായിട്ടും ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. ആ വ്യക്തിയോട് പൂർണ്ണമായും ക്ഷമിക്കുക. ഇനി ഇന്നത്തെ അഫർമേഷൻ. ഫീലിംഗ് ഉണ്ടാക്കുക എന്നത് സ്വാഭാവികമാണ്. ഇന്ന് എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ പോസിറ്റീവായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി ഇന്നത്തെ മിറർ വർക്ക്. കണ്ണാടിയുടെ മുമ്പിൽ വളരെ ശാന്തമായിരിക്കുക. ശേഷം കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ദേഷ്യമുള്ള വ്യക്തിയെയും നിങ്ങളെയും കാണുക. നിങ്ങൾ ദേഷ്യം വന്ന ആ നിമിഷത്തെക്കുറിച്ച് ഓർക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യത്തെയും പുറത്തേക്ക് വരാൻ അനുവദിക്കുക. ആ വ്യക്തിയോട് നിങ്ങളുടെ എല്ലാ ദേഷ്യവും പ്രകടിപ്പിക്കുക. ദേഷ്യം വരാനുള്ള കാര്യം വ്യക്തമായിട്ട് പറയുക. എനിക്ക് ദേഷ്യം വരാനുള്ള കാരണം ഇതാണ്, എനിക്ക് വളരെ വിഷമമായി, അതിനുള്ള കാരണങ്ങൾ ഇതെല്ലാമാണ് എന്ന് മനസ്സിൽ തുറന്ന് പറയുക. പലതവണ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങളിൽ നിന്നും ദേഷ്യം മാറാൻ എത്ര പ്രാവശ്യം ഈ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നുവോ അത്രയും പ്രാവശ്യം ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മുടെ ഫീലിങ്സ് നല്ലതാകുന്നത് വരെ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഇനി ജേർണലിംഗ് ആണ്. അതിനായിട്ട് നോട്ട്ബുക്ക് എടുക്കുക. ഇനി നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും സ്ഥിരമായിട്ട് ദേഷ്യമുണ്ടോ എങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുക, ഞാൻ എന്തുകൊണ്ടാണ് ദേഷ്യം തിരഞ്ഞെടുക്കുന്നത്? ദേഷ്യത്തിന് പുറമെ ദേഷ്യം വരുന്നത് എന്തവസ്ഥയാണ് ഞാൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്? ആരെയാണ് ഞാൻ ഇപ്പോഴും ശിക്ഷിക്കുന്നത്? മറ്റുള്ളവരാൽ എൻ്റെ ദേഷ്യം പുറത്തെടുപ്പിക്കുന്ന എന്ത് കാര്യമാണ് ഞാൻ പുറത്തുവിടുന്നത്? ഇനി പറയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ ജേർണൽ ബുക്കിൽ എഴുതുക. എനിക്ക് എന്താണ് വേണ്ടത്? എന്നെ എന്താണ് സന്തോഷമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്? എന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇനി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലത് തോന്നാനുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുക. എങ്ങനെ ശുഭാപ്തി വിശ്വാസമുള്ള അല്ലെങ്കിൽ സന്തോഷകരമായ ചിന്തകളും പാറ്റേണുകളും ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുക. ഇനി ഇന്നത്തെ ഹൃദയചിന്ത. എൻ്റെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ബോധതലത്തിലുള്ള എല്ലാ റെസിസ്റ്റൻസുകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു. എനിക്ക് നല്ല ഫീലിംഗ് ഉണ്ടാകാൻ അർഹതയുണ്ട്. ഇത് 21 തവണ എഴുതുക. യഥാർത്ഥത്തിൽ ജീവിതം വളരെ ഈസിയാണ്. നമ്മുടെ ചിന്തകളാലും പാറ്റേണുകളാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എക്സ്പീരിയൻസുകളെ നാം തന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അത് യാഥാർത്ഥ്യമായി തീരുന്നു. ഇനി മെഡിറ്റേഷൻ്റെ സമയമാണ്. ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെയ്യുക. ശാന്തമായിരിക്കുക. കണ്ണുകൾ പതിയെ അടയ്ക്കുക. ഇനി ആഴത്തിൽ ശ്വാസമെടുക്കുക. അത് പതിയെ പതിയെ പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ദീർഘമായി ശ്വാസമെടുക്കുക. അത് പതിയെ പതിയെ പുറത്തേക്ക് വിടുക.
ഇനി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നോക്കുക. അവിടെ തിളങ്ങുന്ന ഒരു പ്രകാശം മനസ്സിൽ കാണുക. അത് സ്നേഹമാണ്, ഹീലിംഗ് എനർജിയാണ്. വളരെ മനോഹരമായ പ്രകാശത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ആ പ്രകാശത്തെ നിരീക്ഷിക്കുക. അത് പതുക്കെ പതുക്കെ വലുതായി വരുന്നതായി മനസ്സിൽ കാണുക. ആ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴുവനായി വ്യാപിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ ആ മനോഹരമായ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സ്നേഹത്താലും ഹീലിംഗ് എനർജിയാലും നിറഞ്ഞിരിക്കുകയാണ്. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും മനസ്സിൽ പറയുക, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഈ സ്നേഹപ്രകാശം നിങ്ങളുടെ ശരീരത്തെ മുഴുവനായും ശുദ്ധീകരിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യം എനിക്ക് തരുകയാണ്. ഈ സ്നേഹപ്രകാശം നിങ്ങളിൽ നിന്ന് ആർക്കാണോ ഹീലിംഗ് ആവശ്യമുള്ളത് അവരിലേക്കെല്ലാം ഈ പ്രകാശം എത്തിച്ചേരുന്നു. ഈ പ്രകാശം ആശുപത്രികളിലേക്കും നഴ്സിംഗ് ഹോമുകളിലേക്കും അനാഥാലയങ്ങളിലേക്കും ജയിലുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുന്നു. അവിടെ പ്രതീക്ഷയും സമാധാനവും അറിവും ഈ പ്രകാശം പരത്തുകയാണ്. നിങ്ങളുടെ പട്ടണത്തിലെ ഓരോ വീടുകളിലേക്കും ഈ ഹീലിംഗ് എനർജി വ്യാപിക്കുകയാണ്. വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുന്നവരിലേക്ക് ഈ പ്രകാശം എത്തുന്നു. ഈ ഭൂമിയിൽ ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് വളരെ അടുത്തുള്ള ഒരു സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ വളരെ ദൂരെയുള്ളതോ ആകാം. ഹീലിംഗ് ആവശ്യമുള്ള ഒരു പ്രദേശമാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ സ്നേഹവും ഹീലിംഗ് എനർജിയും പ്രകാശവും ഈ പ്രദേശത്തെ നിറയ്ക്കുന്നതായി കാണുക. അവിടെ എല്ലാം പൂർണ്ണതയിലാകുന്നതും ബാലൻസ് ആകുന്നതും കാണുക. ഇനി ഓരോ ദിവസവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ സ്ഥലത്തേക്ക് 1 മിനിറ്റ് നേരത്തെങ്കിലും നിങ്ങളുടെ ഈ ഹീലിംഗ് എനർജി അയക്കുക. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് പല മടങ്ങായി നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. സ്നേഹം കൊടുക്കുക. അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.